ഇന്ന് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്താലോ? അതായത് സ്ട്രോബെറി ഇൻ മെൽറ്റഡ് ചോക്ലേറ്റ്സ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് സ്ട്രോബെറീസ് വേണം. നല്ല പഴുത്ത കുറച്ച് സ്ട്രോബെറീസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. ഞാനിവിടെ ഡയറി മിൽക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ സ്ട്രോബെറീസ് നല്ല വലുപ്പമുള്ളത് കാരണം ഞാനൊരു 4 പീസാണ് എടുത്തത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് നെടുകെ മുറിച്ചു. കാരണം നല്ല വലുപ്പമുള്ളത് കാരണം ജസ്റ്റ് ഒന്ന് സെൻട്രലായിട്ട് മുറിച്ചു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ മുറിച്ച സ്ട്രോബെറീസും അതിൻ്റെ മുകളിൽ നമ്മുടെ ഡയറി മിൽക്കും ഇങ്ങനെ അടുക്കി വെച്ചു. എന്നിട്ടൊരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് താഴെ ഒരു പ്ലോട്ടിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ ഈ ഒരു സ്റ്റീമിൽ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഡയറി മിൽക്കൊക്കെ പതുക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ നല്ലപോലെ മെൽറ്റായിട്ട് ആ സ്ട്രോബെറി ആയിട്ടൊന്ന് ഉരുക്കി ചേരണം. നമുക്കൊന്നും ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് തൊട്ട് നോക്കാം. കണ്ടോ, ഏകദേശം ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ആ ഒരു സ്ട്രോബെറിയിൽ ഇങ്ങനെ നല്ലപോലെ മെൽറ്റായിട്ട് കണ്ടോ, നല്ല ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നല്ലപോലെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. സെറ്റായില്ലേ? നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല കളറായില്ലേ? ആ ഒരു ചോക്ലേറ്റ് ഡയറി മിൽക്കും ആ സ്ട്രോബെറിയും നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് നമ്മൾ ആ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലേക്ക് വന്നത്. നല്ല അടിപൊളി സാധനം കേട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണേ.